എഡിത്ത് വാർട്ടൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഇൻസ്പിറേഷണൽ കൊട്ടേഷനാണ്. There are two ways of spreading light: to be the candle or the mirror that reflects it. Women should choose between being a candle or a mirror and work for their own emancipation as well as for their generations to come. സ്ത്രീകൾ സ്വന്തം സ്വാതന്ത്ര്യത്തിനും ഇനി വരുന്ന തലമുറയുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് സ്വയം ഒരു മെഴുകുതിരിയാവുകയോ ഒരു കണ്ണാടിയാവുകയോ ചെയ്ത് പ്രകാശിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് കാണാം. പാഠഭാഗം കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമൻസ് ആയിട്ട് ഇടുക. അപ്പം നമുക്ക് മാച്ച് ബോക്സ് എന്ന ഈ ഒരു ചെറുകഥ നമുക്ക് കാണാം. മാച്ച് ബോക്സ്. ആശാപൂർണ ദേവി. I always compare women to matchboxes. Why? Because of the way matchboxes are. Even though they have enough gunpowder to set 100 lengas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. ഞാൻ സ്ത്രീകളെ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഒരു മാച്ച് ബോക്സിനോടാണ്. കാരണം എന്താണ്? മാച്ച് ബോക്സിനെ പോലെ തന്നെയാണ് ഒരു ലങ്ക മുഴുവൻ കത്തിക്കാനുള്ള കരുത്തുമായിട്ടാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് ഗൺ പൗഡറുമായിട്ടാണ് ഒരു മാച്ച് ബോക്സ് ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരു സ്ത്രീയും. എന്നാൽ വളരെ ഇന്നസെൻ്റായിട്ട് വളരെ ശാന്തശീലരായിട്ടാണ് തീപ്പെട്ടി ഇരിക്കുന്നത്. തീപ്പെട്ടി തന്നെ ചെന്ന് ആരെയും കത്തിക്കാറില്ല. തീപ്പെട്ടിയെ നമുക്ക് എവിടെ വേണമെങ്കിലും കാണാം. ബെഡ്റൂമിൽ കാണാം, അല്ലെങ്കിൽ കിച്ചണിൽ കാണാം. പാൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫ്, ഓക്കെ, അവിടെ കാണാം. എല്ലായിടത്തും കാണാം. പക്ഷേങ്കിൽ അതൊന്നും ചെയ്യത്തില്ല. ആരെയും ഓടിച്ചെന്ന് ആരെയും കത്തിച്ച് കളയും ഒന്നും ചെയ്യത്തില്ല. പാവമായിട്ട്, വളരെ പാവമായിട്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ചില അവസരങ്ങളിൽ മാത്രമേ അത് കത്തിച്ച് ചാമ്പലാക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് എത്തത്തുള്ളൂ. You want an example? Then look carefully at that enormous 3-story house in front of us. അപ്പം ഇതിനൊരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നത്, അപ്പം ഒരു 3 നില കെട്ടിടം, വളരെ വലിയൊരു വീട്. സൺഡേ മോർണിംഗ്, ഒരു ഞായറാഴ്ചയാണ്. The washerman has come and is waiting. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomita goes through the pockets one last time and discovers the letter. അപ്പം നമ്മളെ ക്യാരക്ടേഴ്സിനെ ഡയറക്റ്റായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഒരു വലിയൊരു വീട്, 3 നില കെട്ടിടമാണ്. ഒരു ഞായറാഴ്ച രാവിലെയാണ്. അവിടെ തുണി കഴുകാനുള്ള ആൾ വന്നിട്ടുണ്ട്. അപ്പം അയാൾക്ക് മുഷിഞ്ഞ തുണികൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അജിത്തിൻ്റെ മുഷിഞ്ഞ തുണികൾ എല്ലാം തന്നെ നൊമേറ്റ ഒന്നുകൂടെ പരിശോധിക്കുകയാണ്. എന്തെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കുകയാണ്. അപ്പോഴാണ് ഒരു ലെറ്റർ കിട്ടുന്നത്. എ ട്വിസ്റ്റഡ് crumpled envelope with its mouth torn and on the envelope Nomita's name. അപ്പോൾ ഈ എഴുത്തിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ചുരുട്ടി കൂട്ടി ആ എഴുത്ത് പൊട്ടിച്ച് ആ എഴുത്ത് വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ പൊട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് അതിൻ്റെ കവറൊക്കെ ചുരുട്ടി കൂട്ടി പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. ആ എഴുത്തിൻ്റെ പേര് നോക്കിയപ്പം നോമിറ്റയുടെ പേരിലാണ് ആ എഴുത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അവൾ ആ എഴുത്ത് കണ്ടിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ അത് പ്രത്യേകമായിട്ട് പറയുന്നത്. എ ഫ്ലെയിം ഗോസ് അപ്പ്, doping all Nomita's nerves and veins. She drops the clothes in her hand and sits on the bed to open the letter. The first thing she looks is at the date. Going by the date,
The letter must have come about 3 days earlier. അപ്പോഴത്തേക്കിനും നോമിറ്റയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നു. അവൾ തുണിയെല്ലാം താഴെ ഇട്ടിട്ട് അവൾ ആ എഴുത്ത് തുറന്നു നോക്കുന്നു. എന്ന് വന്ന എഴുത്താണെന്നാണ് അവൾ ആദ്യം നോക്കുന്നത്. അപ്പം ആ എഴുത്തിൻ്റെ ഡേറ്റ് കാണുമ്പോൾ മനസ്സിലായി ഏകദേശം 3 ദിവസമെങ്കിലും മുന്നേ വന്നൊരു എഴുത്തായിരിക്കണം ആ. She turns over the envelope and matches the postmark to the date. That too bears the same witness. അവൾ വീണ്ടും സംശയത്തിൽ ഡേറ്റ് ഒന്നുകൂടെ മാച്ച് ചെയ്ത് നോക്കുകയാണ്. എൻവലപ്പിലുള്ളതും ഈ എഴുത്തിൻ്റെ അകത്ത് എഴുതിയേക്കുന്നതും ഒരേ ഡേറ്റ് ആണോ എന്നാണ് നോക്കുന്നത്. അപ്പം അത് നോക്കിയപ്പോൾ മനസ്സിലായി ശരിയാണ്, ഇത് 3 ദിവസം വന്ന എഴുത്താണ്. Yes, the letter came 3 days ago. Ajit has opened it and read it, then crumpled it and twisted it and dropped it into his pocket and left it there. Hasn't felt the need to mention it even once to Nomita. ശരിയാണ്, അവൾക്ക് വളരെയധികം സങ്കടം തോന്നി. ഇത് 3 ദിവസം മുന്നേ വന്ന എഴുത്താണ്, അവളുടെ പേരിൽ വന്ന എഴുത്താണ്. എന്നിട്ടും അജിത്ത് അത് തുറന്ന് വായിച്ച് ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലിട്ടിരിക്കുകയാണ്. ഒന്ന് പറയാൻ പോലും അജിത്ത് മെനക്കെട്ടില്ല. The flame that had gone up Dop now burns steadily, hissing, sounding its knot on each of her mind's strings. അവൾക്ക് വളരെയധികം ദേഷ്യം വന്നു. അവൾക്ക് ഇന്നേ വരെ അവൾ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല ആരും തന്നെ. പക്ഷേങ്കിൽ ഈ ഒരു കാര്യം അവൾക്ക് വളരെയധികം ദേഷ്യം വരുത്തി. Because this incident is not a casual oversight, it's deliberate. Ajit's nature is exactly like that. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അല്ലാതെ അറിയാതെ ചെയ്തതല്ല. മറ്റൊരാൾക്ക് വന്ന എഴുത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് ആ ആളോട് പറയുന്നൊരു മര്യാദ പോലും കാണിക്കാതെ ചുരുട്ടിക്കൂട്ടി പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു എഴുത്ത് വന്ന കാര്യം പോലും ഇവളോട് പറയുന്നില്ല. അപ്പോൾ അത് മനഃപൂർവ്വം തന്നെയാണെന്ന് അവൾക്കറിയാം. Somehow he has gained possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. And whenever there's a letter with Nomita's name on the envelope, he opens and reads it first, and only then does he give it to her. It's possible that oftentimes he doesn't give it to her at all. At least that's the suspicion that has taken deep root in Nomita's mind. ഇവരുടെ ഇതൊരു കൂട്ടുകുടുംബമാണ്. ഏകദേശം 52 പേര് ആ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതൊരു 3 സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ വലിയ കുടുംബമാണ്, ഭയങ്കര കാശുകാരാണ്. അജിത്ത് എന്ന് പറയുന്ന നോമിറ്റയുടെ ഭർത്താവ്, അയാൾ ഇവർക്ക് വരുന്ന എല്ലാ ലെറ്ററും എപ്പോഴും എടുത്ത് ആദ്യം തന്നെ വായിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഇയാളുടെ കയ്യിലാണ്, അജിത്തിൻ്റെ കയ്യിലാണ് ലെറ്റർ ബോക്സിൻ്റെ കീ ഉള്ളത്. അപ്പോൾ ആ വീട്ടിൽ ആർക്ക് എഴുത്ത് വന്നാലും ആദ്യമേ അജിത്തിൻ്റെ കയ്യിലാണ് ചെല്ലുന്നത്. അജിത്ത് ആ എഴുത്തിൻ്റെ കവറിൽ നോമിറ്റയുടെ പേര് എപ്പോൾ കണ്ടാലും അത് അയാളെടുത്ത് വായിക്കും. ചിലപ്പം മാത്രം ഇവളോട് പറയും, ചിലപ്പം പറയത്തുമില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇവൾക്ക് ഭയങ്കര സംശയമാണ്, ഭയങ്കര ദേഷ്യവുമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് വരുന്നൊരു എഴുത്ത് അയാൾ പൊട്ടിച്ച്, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും ഒരാളെ സംശയമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് വരുന്ന എഴുത്ത് അതെടുത്ത് വായിക്കേണ്ട കാര്യമുള്ളൂ, പൊട്ടിച്ച് വായിക്കേണ്ട കാര്യമുള്ളൂ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ദേഷ്യമാണ് ഇവൾക്ക് ഉള്ളത്. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. Still this ugly habit of his won't go. അപ്പോൾ ഇത്രയും നാളും ഭാര്യയെ സംശയമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത്രയും നാളും ഇത് ഈ നോമിറ്റയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വരുന്ന എഴുത്തുകൾ എടുത്ത് വായിച്ചിട്ടും ഒരിക്കൽ പോലും സംശയിക്കേണ്ട രീതിയിലുള്ള ഒരു എഴുത്ത് പോലും വന്നിട്ടില്ല. എന്നിട്ടും ഈ വൃത്തികെട്ട സ്വഭാവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അഗ്ലി ഹാബിറ്റ്, ഈ വൃത്തികെട്ട സ്വഭാവം ഇതുവരെയും അയാളിൽ നിന്ന് പോയിട്ടില്ല. Not with Nomita's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. ഈ നോമിറ്റ അജിത്തിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്,
ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടും അയാളെ കളിയാക്കിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ട് പോലും അയാളുടെ ഈ സ്വഭാവം നിർത്തുന്നില്ല. If she mentions it, first he tries to laugh it away, and if laughter doesn't get him out of deep water, he scolds her. She sits perfectly still for a minute and reads the letter through. അപ്പോൾ ഈ നൊമിറ്റ പറയാണ്, ഞാൻ എപ്പോഴും ഇയാളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാലും അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ട് എനിക്ക് വരുന്ന എല്ലാ എഴുത്തുകളും നിങ്ങൾ വായിച്ചിട്ടാണ് തരുന്നത്, ഇതിനെക്കുറിച്ച് എപ്പോഴൊക്കെ അജിത്തിനോട് ചോദിക്കുന്നോ അപ്പോഴൊക്കെ ആദ്യം ഒന്നെങ്കിൽ അജിത്ത് ചിരിച്ച് അതങ്ങ് കളയാനായിട്ട് ശ്രമിക്കും. അതിനുശേഷവും ഇവൾ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെടും. അപ്പോൾ എന്തായാലും അവൾ ഈ എഴുത്ത് വായിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇറ്റ്സ് നത്തിങ് മച്ച്, എ ലെറ്റർ ഫ്രം നൊമിറ്റാസ് മദർ. അമ്മയുടെ എഴുത്താണ്, അല്ലാതെ വേറെ ആരുടെ എഴുത്തല്ല, ഇവളുടെ അമ്മയുടെ എഴുത്താണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് സ്പീച്ച്. The good woman has once again placed on the record the news of her various hardships and complaints getting worse. Misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. Of course, she does not dread that eventuality. Her daughter is a queen, her son-in-law high-minded, high-hearted, therefore, etc., etc. ഇപ്പോൾ സ്ഥിരമായിട്ട് അമ്മ എഴുതുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കത്തിലുമുള്ളത്. അതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസവുമില്ല. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആ അമ്മയുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളാണ്. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും അത് എങ്ങനെ കൂടിക്കൂടി വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ വീടിൻ്റെ മേൽക്കൂരയിൽ ചെറിയ വിള്ളലുണ്ട്. അപ്പം മഴ പെയ്യുമ്പോഴത്തേക്കിനും വെള്ളം അകത്തേക്ക് തന്നെ വീഴുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം ഈ വീടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞ് തന്നെ അമ്മ മരിച്ചു പോകും എന്നൊക്കെയാണ് അമ്മ ഈ കത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറയാനായിട്ട് അല്ലെങ്കിൽ കാശിന് ആവശ്യപ്പെടാനായിട്ട് കാരണമുണ്ട്. അവരുടെ ഒരു കാഴ്ചപ്പാടിൽ, അമ്മയുടെ കാഴ്ചപ്പാടിൽ അവരുടെ മകള് ഒരു രാജകുമാരിയെ പോലെ അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ പോലാണ് വാഴുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ മകള് ഒരു രാജ്ഞിയെ പോലെയാണ് വാഴുന്നത്. കാരണം അവരുടെ മരുമകൻ സണ്ണിലോ വളരെ വലിയ മനസ്സിന് ഉടമയാണ്. അങ്ങനെയൊക്കെ പല പല ചിന്തകളാണ് അവൻ്റെ അമ്മയ്ക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കത്തുകൾ എപ്പോഴും എഴുതുന്നത്. An indigent widow without husband or son. She was successful in consigning her daughter to a wealthy family's house on the strength of looks alone. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter, and she has been finding such opportunities all along. അപ്പോൾ ഈ അമ്മ ഒരു വിധവയായ സ്ത്രീയാണ്. അവർക്ക് മകനുമില്ല. ഈ ഒരു മകള് മാത്രമേ ഉള്ളൂ. അപ്പം മകളെ കാണാൻ വളരെയധികം സുന്ദരിയായതുകൊണ്ട് വലിയൊരു ഫാമിലിയിൽ അല്ലെങ്കിൽ വളരെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഈ മകളെ കല്യാണം കഴിച്ചു വിടാനായിട്ട് സാധിച്ചു. അത് കാരണം തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ എപ്പോഴും കാശിനായിട്ട് അമ്മ ഈ മരുമകനെ ആശ്രയിക്കാറുണ്ട്. Whenever Ajit sees a new letter from Nomita's mother, he smiles derisively and says, "Why bother to read that? I'll go and fill out a money order form." അപ്പം അജിത്ത് എപ്പോഴൊക്കെ ഈ അമ്മയുടെ എഴുത്ത് കാണുമ്പോഴും എപ്പോഴും പറയുന്ന ഒരേ ഡയലോഗാണ്, ഇത് വായിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഒരു മണി ഓർഡർ ഫോം അല്ലെങ്കിൽ കുറച്ച് പൈസ അയച്ചു കൊടുത്താൽ മതിയല്ലോ, ഇത് പ്രത്യേകിച്ച് വായിക്കാനൊന്നുമില്ല, ഇന്നും ഒരേ കാര്യം തന്നെയല്ലേ എഴുതുന്നത്. ഇതാണ് അജിത്തിൻ്റെ കാഴ്ചപ്പാട്. Nomita's head hangs low with the shame and the insult of it.
So, some time ago, out of anger and grief, Nomita forbade her mother from writing to her on postcards. She thought that from then on she would try to send her a little money, whatever she could pull together in secret. So, this was what came of letters in envelopes too. അപ്പം ആദ്യമൊക്കെ അമ്മ പോസ്റ്റ് കാർഡിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം പോസ്റ്റ് കാർഡ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് വായിക്കാൻ പറ്റുമല്ലോ. അപ്പം നോമിറ്റയ്ക്ക് ഭയങ്കര അധികം സങ്കടവും ദേഷ്യമൊക്കെ തോന്നിയിട്ട് അത് കാരണം എപ്പോഴൊക്കെ നോമിറ്റയുടെ അമ്മയുടെ എഴുത്ത് വന്നാലും അജിത്ത് പറയുന്നത് അല്ലെ അജിത്ത് കളിയാക്കുന്നത്, ഓ എന്തോത്തിനാണ് എഴുത്ത് വായിക്കുന്നത്, അതിൻ്റെ അകത്ത് പൈസ വേണം എന്ന് തന്നെയല്ലേ എഴുതുന്നത്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്നാണ് അജിത്ത് പറയുന്നത്. അപ്പം നോമിറ്റ പറഞ്ഞ അമ്മ ഇനി തൊട്ട് പോസ്റ്റ് കാർഡിൽ എഴുത്തയക്കേണ്ട, ലെറ്ററിൻ്റെ അകത്ത് എഴുതിയാൽ മതി. അപ്പം എൻവലപ്പ് ആകുമ്പോഴത്തേക്കിനും മടക്കി വെക്കുമ്പം ആരും കാണത്തില്ലല്ലോ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അജിത്ത് അറിയാതെ കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെയാണ് നോമിറ്റ വിചാരിച്ചിരുന്നത്. Suddenly, Nomita flames into anger at her mother. Why does she keep on begging like this? Why won't she let Nomita keep her self-respect, her dignity? No, this time she will write and tell her mother clearly, I can't do any more. Don't hope for anything from me. നോമിറ്റയ്ക്ക് അങ്ങ് വളരെ ദേഷ്യം വരികയാണ്. കാരണം ഓരോ പ്രാവശ്യം അമ്മ ഓരോ കാരണം പറഞ്ഞിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യാചിക്കുമ്പോൾ അവിടെ നോമിറ്റയ്ക്ക് ഒരു ആ വീട്ടിൽ ഇത്രയും, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്, വളരെയധികം ആൾക്കാർ താമസിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നോമിറ്റയ്ക്ക് യാതൊരു തരത്തിലുള്ള ബഹുമാനവും കിട്ടുന്നില്ല. ഈ അമ്മ ഇങ്ങനെ എപ്പോഴും മരുമകനോട് യാചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നോമിറ്റ പറയും, ഞാൻ ഇന്ന് തന്നെ അമ്മയ്ക്ക് കത്തെഴുതി ഇനി ഒരിക്കലും ഇങ്ങോട്ട് പൈസ വേണമെന്നും പറഞ്ഞ് യാചിച്ചുകൊണ്ട് എഴുതരുതെന്നും. Right then, Ajit steps into the room after finishing his leisurely Sunday bath. Nomita's sharp indignation at the insult, simmering all this while, seems to want to dash itself violently against him. Nomita roars out, when did this letter arrive? Ajit glances at her obliquely, estimating the magnitude of his error. അജിത്ത് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ നേരം എടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട് വരികയാണ്. അപ്പോഴാണ് ഇവിടെ നോമിറ്റ എഴുത്തും പിടിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ അജിത്ത് വരുന്നതും കൂടെ കണ്ടപ്പോഴത്തേക്കിനും, വളരെ സന്തോഷമായിട്ട് ലാവിഷായിട്ട് വരുന്ന കണ്ടപ്പോഴത്തേക്കിനും നോമിറ്റയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം കൊണ്ട് ചോദിച്ചു, ഇതെന്ന് വന്ന എഴുത്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അജിത്തിൻ്റെ നേരെ ചെല്ലുകയാണ്. അപ്പം അജിത്ത് നോക്കി ഇവളെ എത്രമാത്രം ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത്, കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അജിത്ത് ആലോചിക്കുകയാണ് മനസ്സിൽ. Another handful of cash for this, he had thought, and decided not to give the letter to Nomita. He was going to tear it up and throw it away. He has made a big mistake. Not that Ajit is going to feel abashed about it. അജിത്ത് അപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓ ആ എഴുത്താൻ കീറി കളഞ്ഞാൽ മതിയായിരുന്നു, കുറച്ച് പൈസ അങ്ങ് അയച്ചു കൊടുത്തിട്ട് ഈ പ്രശ്നം തീർന്നതിന്, വെറുതെ ഇവളുമായിട്ട് ഇനിയും വഴക്കുണ്ടാക്കാൻ പോകണമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. As though trying hard to remember, he says, letter? What letter? Oh, yes, indeed. There was a letter from your mother. I just hadn't got around to giving it to you. പിന്നെ മനസ്സിൽ, ഓ ആ എഴുത്ത് കളഞ്ഞുമില്ല, അതൊരു വലിയ പണിയായിപ്പോയല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓർത്തിട്ട് ഏത് ലെറ്ററാ എന്നിങ്ങനെ അവൻ ചോദിച്ചു, ഒന്നും അറിയാത്ത പോലെ. ഓ നിൻ്റെ അമ്മയുടെ എഴുത്ത് വന്നായിരുന്നു, അന്നേരം നിന്നെ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് തരാനും മറന്നുപോയി. Why hadn't you got around to it? Why? Answer me, why hadn't you got around to it? What a nuisance, Ajit says. I'd forgotten. Why else? അപ്പം ഇവള് നോമിറ്റയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിരിക്കുക. അവള് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് ആ എഴുത്ത് തന്നില്ല, അതെനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവള് ദേഷ്യപ്പെടുക. ഓ നാശം, ഞാൻ മറന്നുപോയി, അത്രേ ഉള്ളൂ കാര്യം, എൻ്റെ പ്രത്യേകിച്ച് നീ കിടന്ന് അലക്കൊന്നും വേണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. ലയർ, നോമിറ്റ ഹിസസ് ലൈക്ക് എ സ്നേക്ക്.
Why are you saying whatever comes to your mouth? Don't people forget? No, they don't. Why did you open my letter? This charge Ajit tries to scatter to the winds. What if I opened it? My own wife's letter. അപ്പം നോമിറ്റ നിങ്ങൾ കള്ളാണ് പറയുന്നത് പറഞ്ഞ് അതെന്താ ആൾക്കാർ മറക്കത്തില്ലേ? അപ്പം പറഞ്ഞ് അവള് പറഞ്ഞു ആൾക്കാർ മറക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങൾ എന്തിനാ എൻ്റെ എഴുത്ത് പൊട്ടിച്ച് വായിച്ചത്? അതാണ് എനിക്ക് അറിയേണ്ട കാര്യം. അപ്പോഴത്തേക്കിന് അജിത്തിനൊരു പറയാനൊരു കാര്യമായി. അപ്പം അജിത്ത് ചോദിച്ചു അതിനെന്താ, എൻ്റെ ഭാര്യയല്ലേ, എനിക്ക് അവൾക്ക് വരുന്ന എഴുത്തൊക്കെ പൊട്ടിച്ച് വായിക്കാനുള്ള അവകാശമുണ്ട്. Be quiet, I tell you. For what reason should you open my letters? Haven't I told you 1,000 times not to? Ajit doesn't fear Nomita's anger. He fears a row. So he smiles an affected smile and says, if you are forbidding it, then it's a definite something. Shouldn't I make sure that no one's passing you love letters in secret? Stop it. What a common vulgar man you are. അന്നേരം നോമിറ്റ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ എന്തിനാണ് എൻ്റെ എഴുത്ത് പൊട്ടിച്ച് വായിച്ചതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ 1000 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എൻ്റെ എഴുത്ത് പൊട്ടിച്ച് വായിക്കരുത് എന്നുള്ളത്. അപ്പോൾ അജിത്ത് പറഞ്ഞു നീ അങ്ങനെ പറയുകയാണെങ്കിൽ നിനക്ക് ആരെങ്കിലും പ്രേമലേഖനം എഴുതുകയാണെന്ന് ഞാൻ വിശ്വസിക്കേണ്ടി വരും. കാരണം ഞാൻ നിൻ്റെ പേരിൽ വന്നൊരു എഴുത്ത് പൊട്ടിച്ച് വായിച്ചപ്പം നീ ഇത്ര കിടന്ന് ചൂടാകണമെന്നുണ്ടെങ്കിൽ നിനക്കാരെങ്കിലും ലവ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. നിങ്ങൾ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ്, ഇത്രയും നാളുമായിട്ട് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് എൻ്റെ ഓരോ വരുന്ന എഴുത്തുകൾ നിങ്ങൾ വായിക്കുന്നില്ലേ, എന്നിട്ട് നിങ്ങൾ ഈ വൃത്തികേട് എന്തിനാണ് പറയുന്നത്? ആഫ്റ്റർ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. അപ്പോൾ ഇത്രയും നേരം അജിത്ത് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവളിപ്പം നിർത്തിപ്പോവും. എല്ലാ പ്രാവശ്യം അജിത്ത് ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും അവളങ്ങ് നിർത്തിയിട്ട് പോവും. പക്ഷെ ഇപ്പോൾ അജിത്തിന് മനസ്സിലായി നോമിറ്റ വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ്, ഇവൻ്റെ ചിരി കൊണ്ടൊന്നും ഇവൾ അടങ്ങത്തില്ലെന്ന് ഇവന് മനസ്സിലായി. Now he too picks up the poison knife, he says. Is that so? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A dung picker's daughter becomes a queen, and so, shut up, Nomita yells. അപ്പോൾ ഇനി നോമിറ്റ ഇത്രയും കിടന്ന് അലച്ചപ്പോഴത്തേക്കിനും ഇനിയും അജിത്തിനെ ന്യായീകരിക്കണമല്ലോ. അപ്പം അജിത്ത് പറയാം നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്തൊരു വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ സമ്പത്തും ഇല്ല ഒന്നും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് നിന്നെ പോലെ ഒരു പെണ്ണിനെ ഞാൻ കെട്ടി ഇത്രയും വലിയൊരു കുടുംബത്തിൽ കൊണ്ടുവന്നിട്ട് നിന്നെ ഇപ്പോൾ ഒരു രാജകുമാരിയെ പോലെയാണ് ഞാനിവിടെ നോക്കുന്നത്. എന്നിട്ട് വളരെയധികം അന്തരമുള്ള 2 കുടുംബങ്ങൾ തമ്മിൽ ചേരുന്ന വിവാഹ ബന്ധത്തിൽ ഒത്തിരി അധികം പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോമിറ്റയ്ക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടാകുകയോ അല്ലെങ്കിൽ നോമിറ്റയുടെ കുടുംബം നല്ല ഉയർച്ചയിലുള്ള അല്ലെങ്കിൽ ഇവരെ പോലെ തന്നെ അജിത്തിൻ്റെ കുടുംബം പോലെ തന്നെയുള്ള കുടുംബമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നോമിറ്റയുടെ കുടുംബത്തിലും ഒന്നുമില്ല, ഇവൾക്ക് സ്വന്തമായിട്ട് വരുമാന മാർഗവും ഇല്ല. Their rooms on the 3rd floor, that's a blessing. Otherwise, with that scream, everyone would have come to look. അപ്പോൾ ഇവിടെ നോമിറ്റ വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അവളുടെ സൗണ്ട് വളരെയധികം ഉച്ചത്തിലാണ്. ഭാഗ്യത്തിന് അവരുടെ മുറി 3rd ഫ്ലോറിലാണ്, 3ാമത്തെ നിലയിലാണ്. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ വന്ന് നോക്കുമല്ലോ. Shut up, Ajit roars out. What shut up? I'll do what I want, what I please. What will you do? Can you do anything? I can't do anything. Almost panting, Nomita pronounces each word clearly. You want to see if I can do anything. അന്നേരം ഇവർ തമ്മിൽ വളരെ പൊരിഞ്ഞ അടി തുടങ്ങി, ഭാര്യയും ഭർത്താവും കൂടെ. അപ്പോൾ അജിത്തിന് ദേഷ്യം വന്നു ഇവള് അജിത്തിനോട് ഷട്ടപ്പ് പറഞ്ഞതിന്. അപ്പോൾ അജിത്തും ദേഷ്യപ്പെട്ടു വന്നു.
അന്നേരം അജിത്ത് പറയും, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ നോമിറ്റ പറഞ്ഞ ശരിയാ, എന്നെ കൊണ്ട് ഒന്നും കൊള്ളത്തില്ല, നിങ്ങൾക്ക് കാണണോ ഞാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് that is astonishing. She grabs Ajit's matchbox that's lying near his cigarettes on the table and she lights a matchstick and touches it to her sari. Instantly it flares up, the very fine angle of a wealthy wife's sari. അപ്പോൾ ഇവളാ ദേഷ്യത്തിന് നോക്കുമ്പോൾ എന്താ, അജിത്തിൻ്റെ തീപ്പെട്ടി അവിടെ കിടപ്പുണ്ട്, അയാളുടെ സിഗരറ്റിൻ്റെ അടുത്ത് തന്നെ തീപ്പെട്ടിയുണ്ട്. ആ തീപ്പെട്ടി വരച്ച് അവളുടെ സാരി കത്തിക്കുക. അപ്പം ഇത് കോട്ടൺ സാരി എന്നല്ല അവൾ ഉടുത്തിരിക്കുന്നത്. അപ്പം എന്ത് പറ്റി, വളരെ വേഗം തന്നെ സാരിയിൽ തീ അങ്ങ് പിടിക്കുകയാണ്. The very next instant, Ajit, have you gone mad? He says and jumps to her side and grabs the burning patch and slaps it between his hands and put out the fire. അത് കണ്ടപ്പോൾ അജിത്തും പേടിച്ചു. അജിത്ത് ഓടി വന്ന് ആ തീ കെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത്, നൗ ഹീസ് എ ലിറ്റിൽ അഫ്രേഡ്. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നോമിറ്റാസ് ഫേസ്. സീസ് എ ഫയർ ബേണിംഗ് ദെയർ ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡ്. അപ്പോൾ ഇവൾ ഇങ്ങനെ ചെയ്യുമെന്ന് അജിത്ത് ഒരിക്കലും പോലും വിചാരിച്ചില്ല. ഇത് കണ്ടപ്പോഴത്തേക്കിനും അജിത്തിന് പേടിയായി. അവളുടെ കണ്ണിലേക്ക് നോക്കാൻ പോലും അവന് സാധിക്കുന്നില്ല, കാരണം അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് തുടുത്തിരിക്കുകയാണ്. He doesn't have the courage to put out that fire by slapping it between his hands, so he tries to pour water on it. With great difficulty he attempts to speak normally. You lose all common sense when you get angry, don't you? A woman and such anger. Oof. അജിത്തിന് പേടിയാണ് തീ കൈവച്ച് അണയ്ക്കാനായിട്ട്. അതുകൊണ്ട് എന്താ, വെള്ളം കോരി ഒഴിച്ച് തീയെല്ലാം അണച്ചു. അതിനുശേഷം വളരെ ശാന്തമായിട്ട് അവൻ അവളോട് സംസാരിക്കുകയാണ്. സ്ത്രീകൾക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ കണ്ടു എത്രമാത്രം ദേഷ്യമാണ് സ്ത്രീകൾക്ക് ഉള്ളതെന്ന്. Who knows what Nomita would have said next? But right then, Rini steps into the room. അപ്പം ഇവളെന്താണ് ഇനി സംസാരിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല, അജിത്തിന് പോലും അറിയത്തില്ല ഇവളെന്താണ് ഇനി പറയാൻ പോകുന്നത്. ഭാഗ്യത്തിന് അവരുടെ റിനി അവൾ റൂമിലേക്ക് വരും. ഇമ്മീഡിയറ്റ്ലി ഷീ സേസ് പിയേഴ്സിംഗ്ലി, സോ ഖുറിമ, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that. അപ്പോൾ ഇവള് വന്നിട്ട് പറയാണ്, ഖുറിമ എത്ര എന്ന് പറഞ്ഞാൽ അമ്മായി എന്നുള്ള ഇതാണ് പറയുന്നത്, എന്താ അല്ലെങ്കിൽ അമ്മാവൻ്റെ ഭാര്യയെ പറയുന്നതാണ്. എത്ര നേരമായിട്ടാണ് തുണി കഴുകുന്ന ആളവിടെ നിൽക്കുന്നത്, തുണിയൊന്നും കൊടുക്കാനില്ലായിരുന്നേ അതങ്ങ് പറഞ്ഞിരുന്നേ അങ്ങേരെ അങ്ങ് പോയേനല്ലോ എന്നാണ് റിനി വന്നിട്ട് പറഞ്ഞു. For a second or two, Nomita is still perhaps recalling the washerman's face, waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. She says in a calm tone, "Go tell him I'm coming. I'm bringing the clothes." അയ്യോ, അപ്പോഴാണ് നോമിറ്റ ഓർത്ത്, അയ്യോ തുണി കഴുകുന്ന ആൾ എന്നെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ തുണികളെല്ലാം എടുക്കുകയാണ്. അന്നേരം റിനിയോട് പറഞ്ഞു, റിനിയോട് പറഞ്ഞു, പോയി പറ ഞാനിപ്പോൾ വരാമെന്ന് പറയാൻ പറഞ്ഞു. Nomita speaks her mind, so no one attacks her outright to her face. They only pinch her with sharp words. Her second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweet, streaked face and says, "Well, that's something. At least you finally decided to come down from upstairs. Baba, there's no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the love dog never get old?" നൊമിറ്റ തുണികളെല്ലാമായിട്ട് താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്നു. അപ്പം ഈ കുടുംബത്തിലെ എല്ലാവരും ഇവളോട് നേരിട്ടൊന്നും ദേഷ്യപ്പെട്ട് പറയത്തില്ലെങ്കിലും ഒത്തിരി കുത്തുവാക്കുകൾ ഇവളോട് പറയും. ഇവളുടെ
വളരെ എന്താ ഒരു താഴ്ന്ന നിലവാരമുള്ള ആളായിട്ടാണ് ഇവളെ എല്ലാവരും കാണുന്നത്. എല്ലാവരും ഇവളെ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കും. അപ്പം ഇവളുടെ ഒരു നാത്തൂൻ ഇവളോട് പറയാണ്, ഇപ്പോഴെങ്കിലും താഴോട്ട് ഇറങ്ങി വരാൻ പറ്റിയല്ലോ, ഇത്ര നേരം നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷിച്ചിരിക്കുകയല്ലായിരുന്നു, നിങ്ങൾക്ക് ഏതായാലും ഇവിടെ ഇനിയും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ എല്ലാ പണികളും ചെയ്ത് തീർത്തിട്ടുണ്ട്, ഇനി വന്ന് കഴിച്ചാൽ മതി എന്നാണ് അവൾ പറയുന്നത്. Nomita looks around once to get a sense of the atmosphere, sees the hurly-burly of the morning, sees the forest of people on either side. Her voice must not tremble, so she too smiles a small smile and says in an extremely soft voice, "Oh, it's nothing like that. You should come and peek in something. Our talk is all angry talk. Do you know?" നോമിറ്റയ്ക്ക് ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുന്ന സമയമാണ്. ഇവരോടൊന്നും പറയാനും പറ്റത്തില്ല. അവളുടെ ആ മാനസികാവസ്ഥ പുറത്ത് കാണിക്കാനും പറ്റത്തില്ല. അപ്പോൾ അവൾ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇടയ്ക്കൊന്ന് മേളിലോട്ട് കയറി വന്ന് നോക്കരുത്, ഞങ്ങളവിടെ വലിയ സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കുകയല്ല, ഞങ്ങൾ വഴക്കുണ്ടാക്കുമായിരുന്നു പറഞ്ഞു. Major wife laughs hoo and says, "Stop it now, wife. Don't cover up the forbidden fish with your pious spinach. We haven't been raised on donkey grass. Why do we need to peek in? What you are showing us right in front of our eyes 24 hours a day." Nomita laughs a laugh that can bring an attractive flush to a white face. After laughing that laugh, she says, "Go on. You say the naughtiest thing." അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കുടുംബത്തിന് മുന്നിൽ മാതൃകാ ദമ്പതികളാണ്. യാതൊരു വഴക്കുമില്ല, വളരെ സ്നേഹമായിട്ട് പോകുന്നൊരു ഭാര്യയും ഭർത്താവുമാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ കളിയാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള സഹോദരന്മാരുടെ ഭാര്യമാർ പറയുന്നത്, പിന്നെ ഞങ്ങളെന്തിനാ വന്ന് ഒളിഞ്ഞു നോക്കുന്നത്, ഞങ്ങൾ കാണുന്നതല്ലേ, 24 മണിക്കൂർ നിന്നെ ഞങ്ങൾ കാണുന്നതല്ലേ. The busy borrower wife runs up. "Have you chopped the vegetables yet? Or are you just telling stories?" And suddenly she stops and starts, "What's that? What's this unlucky thing? No, wife. How did you burn your ankle that way?" അപ്പം ഈ സഹോദരങ്ങളുടെ ഭാര്യമാരെല്ലാം തന്നെ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കാണ്. അന്നേരമാണ് ഒരാൾ കാണുന്നത് ഇവളുടെ സാരി കത്തിയിരിക്കുന്നത്. ചോദിച്ചു, "നീ ഇതെങ്ങനെയാണ് നിൻ്റെ സാരി കത്തിയിരിക്കുന്നത്?" Nomita too starts, but only for a moment. The next instant, she folds the ankle back quickly and says, laughing, "Oh, don't remind me. It's exactly what you keep warning me about. I didn't listen, and see what happened. I used my ankle to lift a hot pot of water off the stove, and that did it." പിന്നെ എന്തോ പറയാനാ, സ്വന്തമായിട്ട് കത്തിച്ചാന്ന് പറയാനും പറ്റത്തില്ല. ചേച്ചി എന്നോട് എപ്പോഴും പറയാറുള്ളതല്ലേ, ഞാൻ എൻ്റെ സാരി ഉപയോഗിച്ച് കുറച്ച് തിളച്ച വെള്ളം സ്റ്റവിൽ നിന്ന് എടുത്തതാണ്, അപ്പം കത്തിയതാണ്. Nomita pulls the basket of potatoes towards herself and sits down to peel potatoes, and in her mind she keeps thinking about how she might be able secretly to send her mother a few rupees. She can't really write to her. "I can't do any more. Don't hope for anything from me." അപ്പോൾ അവൾ ഒരു വലിയൊരു കൊട്ട നിറയുള്ള ഉരുളക്കിഴങ്ങുകൾ വൃത്തിയാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാം അവളുടെ ചിന്ത, എങ്ങനെ അമ്മയ്ക്ക് കുറച്ച് പൈസ ആരും അറിയാതെ കൊടുക്കാൻ പറ്റും. അമ്മയോട് പറയാൻ പറ്റത്തില്ല, എനിക്ക് ഇനി നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് തൊട്ട് പറയാനും സാധിക്കത്തില്ല. Over there, the entire village knows Nomita is a queen. Nomita's husband is high-minded, large-hearted. This is precisely why I compare women to matchboxes. Even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. They don't burn away their own colorful shells. Over there, the entire village knows Nomita is a queen. Nomita's husband a high-minded, large-hearted. അപ്പോൾ അവരുടെ
ഗ്രാമത്തിൽ പോലും അവളുടെ വില്ലേജിൽ പോലും എല്ലാ ആൾക്കാർക്കും അറിയാം നോമിറ്റ ഒരു രാജകുമാരിയെ പോലാണ്, അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ പോലാണ് അവളുടെ ഭർതൃഗ്രഹത്തിൽ വാഴുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവളുടെ ഭർത്താവിനെ എല്ലാവർക്കും വളരെയധികം കാര്യമാണ്. This is precisely why I compare women to matchboxes. Even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. They don't burn away their own colorful shells. They won't burn them. The men know this too. അപ്പോൾ ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്ത്രീകളെ തീപ്പെട്ടി അല്ലെങ്കിൽ മാച്ച് ബോക്സിനോട് കമ്പയർ ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ ഈ ലോകം തന്നെ കത്തിക്കാനും മാത്രമല്ല, കത്തി നശിക്കാനും മാത്രമുള്ള ഫ്ലെയർ ഉള്ള അഗ്നി അവളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അവൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ സ്വന്തം ഭർത്താവിനെ താഴ്ത്തി കാണിക്കത്തില്ല. ഭർതൃഗ്രഹത്തിൽ അവൾ വളരെ സന്തോഷമായിട്ടും രാജകീയമായിട്ടാണ് ജീവിക്കുന്നതെന്ന് കാണിക്കാനായിട്ട് അവൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് എല്ലാ ഭർത്താക്കന്മാർക്കും അറിയുകയും ചെയ്യും. That's why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom, here, there, anywhere. Quite without fear, they put them in their pockets. ഒരൊറ്റ കാരണത്താലാണ് ഭർത്താക്കന്മാരെ യാതൊരു തരത്തിലും കെയർ ചെയ്യാത്തത്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറിച്ച് പേടിയില്ല. കാരണം അവർ തമ്മിൽ അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ വഴക്കുണ്ടാക്കിയാൽ പോലും സമൂഹത്തിന് മുന്നിൽ ഭർത്താവിനെ എപ്പോഴും ഉയർത്തി കാണിക്കാനേ ഏതൊരു ഭാര്യയും ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്താണ്, അവളെ അടുക്കളയിലോ അല്ലെങ്കിൽ പാൻട്രിയിലോ കിച്ചണിലോ ബെഡ്റൂമിലോ എവിടെയെങ്കിലും വെറുതെ ഇട്ടേക്കും. ഈ ഒരു ചെറുകഥ ബംഗാളിയിൽ എഴുതിയതായിരുന്നു. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രസൻജീത് ഗുപ്ത എന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ.